ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പൂരങ്ങൾക്ക് തടസ്സമാണെന്ന വാദത്തെ തള്ളി മൃഗസ്നേഹികളും സംഘടനകളും രംഗത്ത്. രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടുപിടിച്ച് ഉത്സവ മാഫിയകൾ നിയമത്തെ നോക്കുകുത്തിയാക്കാൻ ശ്രമിക്കുന്നുവെന്നും തൃശൂർ പൂരം അടക്കമുള്ള ഉത്സവങ്ങൾ നടത്താനാകില്ല എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയുണ്ടാക്കാനാണെന്നുമാണ് ആരോപണം. ഇവിടെ ഇപ്പോൾ കോടതിയുടെ ഒരു പരാമർശമുണ്ടായി. കോടതിയുടെ പരാമർശമായതുകൊണ്ട് കുറച്ചുകൂടി സൂക്ഷിച്ചിടപെടണം. മറ്റതൊരു ഗവൺമെൻറ് ഉണ്ടാക്കിയതാണ്, ഗവൺമെൻറ് പുറത്തിറക്കിയതാണ്. പൂരത്തിന് ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഇപ്പോഴത്തെ നിർദ്ദേശങ്ങൾ സാധാരണ നിലയിലുള്ള പൂരം നടത്തിപ്പിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ്. സുരക്ഷ മുൻനിർത്തി തന്നെ, സുരക്ഷ പരിശോധിച്ചുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ പൂരം നടത്താനുള്ള സൗകര്യം ഉണ്ടാകണം എന്നു തന്നെയാണ് മന്ത്രി എന്ന നിലയിലും സർക്കാർ എന്ന നിലയിലും അഭിപ്രായം. ഇക്കാര്യത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിൽ വരുത്തേണ്ട ഭേദഗതികളെക്കുറിച്ച് പൊതുസമൂഹത്തിൻ്റെ കൂടി അഭിപ്രായം അറിയാൻ ഈ വരുന്ന 20-ാം തീയതി ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഒരു യോഗം പ്രത്യേകമായി വിളിച്ചു ചേർത്തിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകളുടെ അഭിപ്രായം അറിയും. ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗരേഖകൾക്കെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് മൃഗസ്നേഹികളും സംഘടനകളും പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. കോടതി ഉത്തരവിനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന പലരും തങ്ങളെ മാഫിയകളായും പൂരം മുടക്കികളായും ചിത്രീകരിക്കുകയാണ്. പൂരം നടത്താൻ പാടില്ലെന്ന് പറയുന്നത് കൺകെട്ടലാണെന്നും പകരം സംവിധാനമൊരുക്കി പൂരം നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമാണ് ഇവർ പറയുന്നത്. ഈ കേരളത്തിൽ ഈ ഉത്സവ മാഫിയ എന്ന് ഞങ്ങൾ പറയുന്ന ആനകളെ വാടകയ്ക്ക് കൊടുക്കുന്ന ലോബി, ആനച്ചമയം വാടകയ്ക്ക് കൊടുക്കുന്ന ലോബി, ആനയ്ക്ക് എന്നും പറഞ്ഞിട്ട് ചികിത്സ നടത്തുന്ന വേറൊരു ലോബി, ഇതിനൊക്കെയാണ് ഞങ്ങൾ കേരള ഉത്സവ മാഫിയ എന്ന് പറയുന്നത്. അവർ കേരളത്തിലത്തെ സകലമാന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെയും കൂട്ടുപിടിച്ച് നിയമത്തെ നോക്കുകുത്തിയാക്കി നിയമപ്രകാരമാണ് പൂരം നടത്തണമെന്നുള്ള തെറ്റായ പ്രചരണം നടത്തി വ്യാജ സർട്ടിഫിക്കറ്റുകളും വ്യാജ രേഖകളും വെച്ച് ആനകളെ എന്നുള്ളിക്കുന്നതിൻ്റെ സകല തെളിവുകളും അടക്കമാണ് ഞങ്ങൾ 2022 സുപ്രീം കോടതിയിലേക്ക് പോയത്. പൂരമെന്നാൽ ആനയാണെന്ന് വിചാരിക്കുന്ന കാലം കഴിഞ്ഞെന്നും ആനയേക്കാൾ വില മനുഷ്യജീവനുണ്ടെന്നും വിവിധ സംഘടനാ നേതാക്കൾ പറയുന്നു. മൃഗസംരക്ഷണ നിലപാട് സ്വീകരിക്കുന്നതിന്റെ പേരിൽ തങ്ങൾക്ക് അനധികൃത ഫണ്ട് ലഭിക്കുന്നുണ്ടെന്ന് പോലും തെറ്റായ പ്രചരണം നടക്കുന്നു. ദേവസ്വങ്ങൾക്കും പൂരപ്രേമികൾക്കും ഇക്കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ വിജിലൻസ് അന്വേഷണം നടത്തട്ടെ എന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ഞങ്ങളൊക്കെ എന്തെങ്കിലും തരത്തിൽ ഫൈനാൻസ് ഏതെങ്കിലും തരത്തിൽ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു വിജിലൻസ് അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും എതിരെ ഒരു വിജിലൻസ് അന്വേഷണം ആരംഭിക്കുക. ഞങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഞങ്ങൾക്ക് എത്ര അസറ്റ് ഉണ്ട്, ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, എത്ര കാറുണ്ട്, എത്ര സ്വർണ്ണമുണ്ട്, ഇതൊക്കെ വന്ന് നോക്കാമല്ലോ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തുല്യമായിട്ടാണ് ഈ മൃഗങ്ങളെ കാണുന്നത്, കുറവായിട്ടല്ല. ഞങ്ങളവിടെ സംരക്ഷകരല്ല, ഞങ്ങൾ സഹവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ സംഘടനയുടെ പേര് തന്നെ ഇങ്ങനെ സമസൃഷ്ടി എന്നിട്ടിരിക്കുന്നത്. സമമായിട്ടുള്ള സൃഷ്ടിയാണെല്ലാം. പുതിയ മാർഗനിർദ്ദേശങ്ങളിലൂടെ ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ അപ്രായോഗികമാണെന്നാണ് പൂരപ്രേമികളുടെയും ആനപ്രേമികളുടെയും വിമർശനങ്ങൾ. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരാനും സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരണങ്ങളുമായി മൃഗസ്നേഹികളും സംഘടനകളും രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.